സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരുഭ്യോ നമഃ. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. അഭിവന്ദ്യരായ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ സാദരപ്രണാമം. ഉത്തരരാമായണ പഠനത്തിൻ്റെ 4ാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതമരുളുന്നു. ഇന്നത്തെ പഠനഭാഗം തുടങ്ങുന്നത് അധ്യായം 2 തുടക്കം മുതലാണ്. കഴിഞ്ഞ അധ്യായം അവസാനിച്ചപ്പോൾ മാല്യവാൻ, സുമാലി, മാലി എന്നീ രാക്ഷസ പ്രമുഖന്മാരും അവരുടെ പുത്രന്മാരും മറ്റ് അസംഖ്യം രാക്ഷസന്മാരും ദേവലോകം പിടിച്ചടക്കാനായി അമരാവതിയിലെത്തി. ഈ വിവരം അറിയിക്കാൻ ഇന്ദ്രൻ ഒരു ദൂതനെ അയച്ചു, വിഷ്ണു ഭഗവാനെ അറിയിക്കാനായി. ഭഗവാൻ ഗരുഡോപരി വന്ന് ഈ രാക്ഷസന്മാരോട് യുദ്ധം തുടങ്ങി. ആ യുദ്ധ വൈദഗ്ധ്യം വർണ്ണിക്കാൻ എനിക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞ് കിളിപ്പൈതൽ അല്പനേരം മിണ്ടാതിരുന്നു. അത്രയ്ക്ക് വൈദഗ്ധ്യമേറിയ യുദ്ധമാണത്. ഭഗവാന്റെ ആ ശരവർഷം എങ്ങനെയായിരുന്നു എന്ന് വർണ്ണിക്കാൻ കിളിപ്പൈതലിന് പ്രയാസമാണ്. ഇനി 2ാം അധ്യായം നമുക്ക് തുടങ്ങാം. അതിനൊരു പരിഹാരമായിട്ട് എഴുത്തച്ഛൻ എന്താണ് ചെയ്തതെന്ന് നോക്കാം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. അന്നവും പാലും പഴവും തരുവൻ ഞാൻ, എന്നോടു ചൊല്ലുക ശേഷം കഥാമൃതം. എന്നതു കേട്ടു പറഞ്ഞു കിളിമകൾ, ഇന്നും ചുരുക്കി പറയുന്നതുണ്ടു ഞാൻ. കിളിമകളിന് പ്രയാസമാണെന്നല്ലേ പറഞ്ഞ് ആ യുദ്ധത്തെ വർണ്ണിക്കാൻ. അതിന് എഴുത്തച്ഛൻ തൻ്റെ കിളിപ്പൈതലിന് അന്നവും പാലും പഴവും ഒക്കെ തരാം, അത് കഴിച്ചെങ്കിലും നീ വന്നിട്ട് ഈ യുദ്ധത്തെ വർണ്ണിക്കൂ എന്ന് അപേക്ഷിക്കുകയാണ്. അത് കേട്ടിട്ട് കിളിപ്പൈതൽ പറയുകയാണ്, എന്നാൽ ഞാൻ ആ യുദ്ധത്തെ ചുരുക്കി പറയാം. മിന്നൽ പോലെ ശരജാലം തെരുതെരച്ചെന്നു നിശാചരന്മാർ ശരീരങ്ങളിൽ കൊണ്ടുപുറപ്പെട്ടു ഭൂമിയും ഭേദിച്ചു കുണ്ഠത കൈവിട്ടു പൊക്കിതു പാതാളം. മിന്നൽ പിന്നർ പോലെയുള്ള ആ അസ്ത്രങ്ങൾ രാക്ഷസന്മാരുടെ ശരീരത്ത് കൊണ്ടു. അവിടെ നിന്ന് അത് ഇറങ്ങി നേരെ ഭൂമി പിളർന്നിട്ട് ഭൂമി ഭേദിച്ചിട്ട് പാതാളത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വേഗതയാണ് ആ ശരങ്ങൾക്ക്. ആയുധവാഹന ഭൂഷണജാലങ്ങൾ സായക പങ്ക്തികൾ കൊണ്ടു നുറുങ്ങിയും കൈകാൽ കഴുത്തുകളറ്റു നിശാചരർ മെയ്കളിൽ നിന്നുയർവേർപ്പെട്ടു വീഴുകയും. സായക പങ്ക്തികൾ കൊണ്ട്, ആ ശരങ്ങളാൽ അവരുടെ ആയുധങ്ങളും വാഹനങ്ങളും പിന്നെന്തൊക്കെയോ അണിഞ്ഞിട്ടുണ്ട്. പടച്ചട്ടയായാലും ശരി, മറ്റ് ആഭരണങ്ങളായാലും ശരി, അവയെല്ലാം നുറുങ്ങി നശിച്ചു. ഓരോരുത്തരുടെയും ശരീരത്ത് നിന്ന് അങ്ങോട്ട് ഉയിർ വേർപെടാൻ തുടങ്ങി, മരിച്ചു വീഴാൻ തുടങ്ങി ഓരോരുത്തരും. ചിലരുടെ കൈകൾ അറ്റുപോവുകയാണ്, ചിലരുടെ കാലുകൾ പോവുകയാണ്, ചിലരുടെ കഴുത്ത് പോവുകയാണ്, തല തന്നെ വേർപെട്ട് പോവുകയാണ്.
അങ്ങനെ യുദ്ധാങ്കണവും നിറഞ്ഞു ശരങ്ങളാൽ എത്രയും ചിത്രമായി വന്നിതു യുദ്ധവും. ആ യുദ്ധക്കളം മുഴുവനും ശരങ്ങളാൽ നിറഞ്ഞു. മറ്റൊന്നും കാണാൻ സാധിക്കാതെ വന്നു. പങ്കജനേത്രനും അപ്പോൾ അടുത്തുടൻ ശംഖം ഭയങ്കരമായി വിളിച്ചിടിനാൻ. എന്നിട്ട് ഭഗവാൻ തൻ്റെ പാഞ്ചജന്യം എടുത്തിട്ട് അങ്ങോട്ട് ഊതാൻ തുടങ്ങി. അതിൻ്റെ ശബ്ദം ഭയങ്കര ധ്വനിയാണെന്നാണ് പറയുന്നത്. ദാരുണമാകിയ ശംഖധ്വനി കേട്ടു പാരിടമൊന്നു കുലുങ്ങി ഗിരികളും. ഇവിടെ യുദ്ധകാഹളമാണ് ഭഗവാൻ മുഴക്കിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭീകരത കൊണ്ട് ഭൂമി മുഴുവൻ അങ്ങോട്ട് കുലുങ്ങി. പ്രത്യേകിച്ചും പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. വാരണവാജി നിശാചരവീരരും പാരം വിറച്ചു മോഹിച്ചു വീണിടിനാർ. ആ ശംഖനാദം ഒന്നുകൊണ്ട് മാത്രം വാരണവാജി, വാരണം ആന, വാജി കുതിര, ഇതൊക്കെ അവരുടെ വാഹനങ്ങളായിരുന്നുവല്ലോ, രാക്ഷസന്മാരുടെ. തേരിലും ഒക്കെ ആയിട്ടാണല്ലോ വന്നത്. അപ്പോൾ അവയൊക്കെ പേടിച്ച് വിറച്ച്, അതോടുകൂടി ആ രാക്ഷസന്മാരും അതിൻ്റെ മുകളിലിരുന്ന രാക്ഷസന്മാരും പാരം വിറച്ചു മോഹിച്ചു വീണിടിനാർ. ദാ കിടക്കുന്ന എല്ലാവരും കൂടെ പേടിച്ചു വിറച്ച് താഴെ. ശംഖധ്വനി കേട്ടും അസ്ത്രങ്ങൾ കൊണ്ടും ആതങ്കം കലർന്നു നിശാചരവീരരും. അതിഭയങ്കരമായ ആ ശംഖധ്വനിയും പിന്നെ ഭഗവാൻ അയച്ച അസ്ത്രങ്ങളും ഒക്കെയായിട്ട് എല്ലാ രാക്ഷസന്മാരും വളരെ വിഷമിക്കാൻ തുടങ്ങി. മണ്ടി അതീവ ഭയത്തോടകന്നതു കണ്ടു സുമാലി കോപിച്ചെടുത്തിടിനാൻ. രാക്ഷസന്മാരൊക്കെ അങ്ങും ഇഞ്ഞും പായാൻ തുടങ്ങി. അപ്പം സുമാലി, ഭയങ്കരനായ ആ രാക്ഷസ പ്രമുഖൻ അതാ ഭഗവാനോട് യുദ്ധം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു. അസ്ത്രാവലികൾ തൂകിയിടിനാൻ അന്നേരം എത്രയും ഘോരമായി വന്നിതു യുദ്ധവും. ഭഗവാൻ അന്നേരം അസ്ത്രപ്രയോഗം തുടങ്ങി. അതിഘോരമായ യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. കോലാഹലത്തോടുകൂടെ തുടർന്നുടൻ മാലിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. സഹോദരനെ രക്ഷിക്കാനായിട്ട് മാലിയും എത്തിക്കഴിഞ്ഞു. അവനും ഭഗവാന്റെ നേരെ അസ്ത്രപ്രയോഗം തുടങ്ങി. പുരുഷോത്തമനന്നേരം കെൽപ്പേറെയുള്ള സുമാലിതൻ സൂതനെ കൊന്നതു കണ്ടടുത്തിടിനാൻ. മാലിയും അന്നേരമാശു മുകുന്ദൻ തിരുവടി തേരും കളഞ്ഞു വില്ലും മുറിച്ചിടിനാൻ. പാരതിൽ ചാടിനാൻ മാലികതയുമായി. ചിൽപുരുഷോത്തമനായിരിക്കുന്ന ഭഗവാൻ അതിശക്തനായ സുമാലിയുടെ തേരാളിയെ വധിച്ചു കളഞ്ഞു. ഇത് കണ്ടിട്ട് മാലി നേരെ ഭഗവാന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. മാലിയുടെ തേരും വില്ലും ഒക്കെ തകർത്ത് കളഞ്ഞു ഭഗവാൻ. ഉടൻ തന്നെ മാലി ഒരു ഗദയെടുത്ത് ഭഗവാന്റെ നേരെ പാഞ്ഞു. രൂക്ഷതയോടും ഗരുഡനെ താടിച്ചാൻ താർക്ഷ്യൻ തളർന്നു ചുഴന്നു പറന്നിതു. അതികോപത്തോടെ ആദ്യം പ്രഹരിച്ചത് ആരെയാണ്? ഗരുഡനെ, ഭഗവാന്റെ വാഹനം. ആകെ ഒന്ന് ആ പ്രഹരമേറ്റിട്ടൊന്ന് ഉലഞ്ഞ് ഇങ്ങനെ ഒന്ന് വട്ടം പറന്നു. ഭഗവാനും ഒപ്പം ആകെ ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങി. അതിൻ്റെ പുറത്താണല്ലോ, ഗരുഡൻ്റെ പുറത്തിരിക്കുകയാണ് ഭഗവാൻ. ഉടൻ തന്നെ മാലിയുടെ ഗളനാളമപ്പോൾ വനമാലി ചക്രേണ ഖണ്ഡിച്ചു കളഞ്ഞിതു. ഭഗവാൻ തൻ്റെ സുദർശന ചക്രമെടുത്തു, മാലിയുടെ കഴുത്തിനെ ലക്ഷ്യമാക്കി അയച്ചു. മാലിയുടെ ഗളനാളം
അപ്പോൾ വനമാലി അങ്ങനെ മാലിയെ വധിച്ചു. താപസ നിർജ്ജര ചാരണരാദികൾ താപമകന്നു മുകുന്ദനെ വാഴ്ത്തിനാർ. താപസ നിർജ്ജര ചാരണരാദികൾ താപമകന്നു മുകുന്ദനെ വാഴ്ത്തിനാർ. അതിശക്തനായിരുന്നു, മഹാപരാക്രമിയായിരുന്നു. ഈ 3 സഹോദരന്മാരിൽ ഏറ്റവും ശക്തനായിരുന്നു ഇവൻ, ഈ മാലി. അവൻ വധിക്കപ്പെട്ടത് കണ്ടിട്ട് താപസന്മാരും മറ്റ് നിർജ്ജരന്മാരെന്ന് പറഞ്ഞ ദേവന്മാരും ചാരണന്മാരും എന്ന് വേണ്ട സകലരും ഭഗവാനെ വാഴ്ത്താൻ തുടങ്ങി. സന്തോഷമായി അവർക്ക്. ആർത്തി മുഴുത്തു ചരങ്ങൾ കൊണ്ടേറ്റവും ഭീത്യ നിശാചരോടുന്നതു നേരം പിമ്പേ തുടർന്നടുത്ത അസ്ത്രാവലി തൂക്കി വൻപുള്ള രാക്ഷസവീരരെയൊക്കവേ കൊല്ലുന്നതു കണ്ട നേരത്തു മാല്യവാൻ ചൊല്ലിനാനി തൊഴിൽ ധർമ്മമല്ലേതുമേ. ധർമ്മം സ്ഥാപിക്കാൻ ലോകം തോറും നടക്കുന്ന ഭഗവാനെ നീ ചെയ്തത് ധർമ്മമല്ല എന്ന് മാല്യവാൻ പറയുകയാണ്. എന്ത്? യുദ്ധത്തിൽ തോറ്റോടിക്കൊണ്ടിരിക്കുന്നവരുടെ പുറകെ പോയിട്ട് അസ്ത്രപ്രയോഗം നടത്തുകയാണ് ചെയ്തത്. ഇവിടെ ധർമ്മമൂർത്തിയായ ഭഗവാനെ ഇവിടെ ധർമ്മം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്തത് മാല്യവാൻ? അത്യർത്ഥമുള്ള യുദ്ധശ്രദ്ധ തീർപ്പതിനത്രൈവ ഞാനിതാ മുന്നിട്ടു നിൽക്കുന്നു. അങ്ങനെയുള്ള യുദ്ധധർമ്മമൊക്കെ വെടിഞ്ഞ് ഈ ചെയ്യുന്ന നിന്നോട് ഞാനിതാ എതിർക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം പറഞ്ഞൊരു വേൽ കൊണ്ടു ചാട്ടിനാൻ ഉത്തമ പൂരുഷ വക്ഷസി രാക്ഷസൻ. മാല്യവാൻ തൻ്റെ ആ വേലെടുത്തിട്ട് ഭഗവാന്റെ നേരെ പ്രയോഗിച്ചു. പുഷ്കരാക്ഷൻ വേൽ പറിച്ചതിനെ കൊണ്ട് രക്ഷോവരന്മാരിൽ ആശു ചാട്ടിയിടിനാൻ. ഉടൻ തന്നെ ഭഗവാൻ ആ ശൂലം പിടിച്ചെടുത്തിട്ട് തിരിച്ച് ആ രാക്ഷസന്റെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി ചാട്ടി. വേലതുകൊണ്ടു തളർന്നാശ്വസിച്ചവൻ ശൂലമെടുത്തു വേഗേന ചാട്ടിയിടിനാൻ. ആ വേല് കൊണ്ട് അല്പം ക്ഷീണിതനായി. പക്ഷെ പെട്ടെന്ന് വീണ്ടും പൂർവസ്ഥിതി പ്രാപിച്ചു. എന്നിട്ട് ശൂലമെടുത്ത് ഭഗവാന്റെ നേരെ പ്രയോഗിച്ചു. പെട്ടെന്നടുത്തു പുരുഷോത്തമോരസി മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചനന്തരം പക്ഷിപ്രവരനെയും പ്രഹരിച്ചൊരു രക്ഷപ്രവരനെ വാഴ്ത്തിനാരേവരും. ആ ശൂലമെടുത്തിട്ട് ചാട്ടി. അതിനുശേഷം മുഷ്ടി ചുരുട്ടി ഭഗവാന്റെ നെഞ്ചിലിടിക്കുകയുണ്ടായി. കൂട്ടത്തിൽ ഗരുഡനെയും പ്രഹരിക്കാൻ മറന്നില്ല. ഈ യുദ്ധ പ്രയോഗങ്ങളൊക്കെ കണ്ടിട്ട് രാക്ഷസനെ എല്ലാവരും വാഴ്ത്താൻ തുടങ്ങി. മാല്യവാനെ ഭഗവാനോട് ഇങ്ങനെ നിന്ന് പൊരുതാൻ സാധാരണക്കാരെ കൊണ്ട് പറ്റില്ലല്ലോ. അത്രയ്ക്ക് ശക്തിശാലിയാണ് മാല്യവാൻ. താർക്ഷ്യനും തന്നുടെ പക്ഷപുടങ്ങളാൽ വായിക്കുന്ന വായുവേഗത്താൽ നിശാചരം ദൂരത്തെറിപ്പിച്ചു വീഴ്ത്തിനാൻ അന്നേരം പാരിൽ പരന്നിതു ചോരപ്രവാഹവും. ഉടൻ തന്നെ ഗരുഡൻ തൻ്റെ ചിറകുകളാൽ ആ രാക്ഷസനെ ശരിക്കങ്ങോട്ട് പ്രഹരിച്ചു. ആ പ്രഹരമേറ്റ്
മാല്യവാൻ നിലംപതിച്ചു. അവൻ്റെ ശരീരത്തിൽ നിന്നൊഴുകുന്ന ആ ചോര കൊണ്ട് യുദ്ധക്കളം മുഴുവൻ നിറഞ്ഞു. അഗ്രജൻ വീണതു കണ്ടു സുമാലിയും വ്യഗ്രിച്ചു ശേഷിച്ച രക്ഷോഗണവുമായി വേഗേന പോയാനതു കണ്ടു മാല്യവാൻ ശോകേന സോദരൻ തന്നോടു കൂടവേ ലങ്കയിൽ ചെന്നു ദുഃഖിച്ചു മരുവിനാൻ. പങ്കജലോചനൻ പിന്നെയും പിന്നെയും നക്തഞ്ചരവരരോടു പോർ ചെയ്തിതു. ശക്തിയില്ലെന്നു ഭയപ്പെട്ടവർകളും ചെന്നു പാതാളവും പൊക്കു വസിച്ചിതു. വന്നിതു സൗഖ്യം ജഗദ്വാസികൾക്കെല്ലാം. മാല്യവാൻ തന്റെ ശരീരം മുഴുവൻ ചോരയണിഞ്ഞ് നിലം പതിച്ചപ്പോൾ സഹോദരനായ സുമാലി ആകെ ഭയപ്പെട്ടുപോയി. തന്റെ കൂടെയുള്ള ശേഷിച്ച രാക്ഷസരുമായിട്ട് നേരെ ലങ്കയിലേക്ക് പോയി. സുമാലി പോയത് കണ്ടപ്പോൾ വളരെ എഴുന്നേൽക്കാനൊന്നും വയ്യ എങ്കിലും തപ്പിത്തടഞ്ഞ് വളരെ ഒരു വിധത്തിൽ എഴുന്നേറ്റ് ജീവനും കൊണ്ട് സുമാലിയുടെ പുറകെ മാല്യവാനും പോയി. എങ്ങോട്ടാണ് പോയത്? നേരെ ലങ്കയിലേക്ക് പോയി. ഭഗവാൻ വിട്ടില്ല അവരെ. നേരെ ലങ്കയിലേക്ക് പോയി. അവരെ അവിടെയും നിർത്തിയില്ല. പങ്കജലോചനൻ പിന്നെയും പിന്നെയും നക്തഞ്ചരവരരോട് പോർ ചെയ്തു. ഒരു നിവൃത്തിയില്ലെന്ന് മനസ്സിലാക്കിയ ആ അധമന്മാരായ രാക്ഷസന്മാർ നേരെ പാതാളത്തിൽ പോയി ഒളിച്ചു. അങ്ങനെ ലോകത്തിനൊക്കെ സൗഖ്യമുണ്ടായി. ഇവരെ കൊണ്ട് പൊറുതിമുട്ടിയവരായിരുന്നു ലോകവാസികളെല്ലാം. ഇവരൊക്കെ പാതാളത്തിലേക്ക് പോയി ഒളിച്ചു. വീണ്ടും ലോകത്തിൽ ആനന്ദം ഉണ്ടായി. അങ്ങനെ ഭഗവാൻ അവർക്കൊക്കെ രക്ഷ കൊടുത്തു. ഇപ്പോൾ ദശമുഖൻ തന്നെ വധിച്ചതും ചിൽപ്പുമാനായ നാരായണൻ നീ തന്നെ. ഇത് ആരോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു? അഗസ്ത്യമുനി രാമദേവനോട് രാവണന്റെ മുമ്പുള്ള രാക്ഷസന്മാരുടെ ഉൽപ്പത്തിയെപ്പറ്റി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. അങ്ങനെ ആ നാരായണൻ ലോകത്തിനെ ഉദ്ധരിച്ചു ഈ രാക്ഷസന്മാരുടെ ഭീതിയിൽ നിന്നും. അതുപോലെയാണ് നീ ഇപ്പോൾ ചെയ്തത്. ഈ ദശമുഖനെ വധിച്ചതും ആ നാരായണൻ നീ തന്നെയാണ്. ഇങ്ങനെ ചെന്നു പാതാളെ നിശാചരർ തങ്ങൾക്കുള്ള വല്ലഭമാരുമായി സന്തുഷ്ടരായി പല കാലം വസിച്ചിതു. ചിന്തിച്ചിതേ ഗതാ തത്ര സുമാലിയും. ഇങ്ങനെ അവരെല്ലാവരും കൂടി, ആ രാക്ഷസന്മാരൊക്കെ തങ്ങളുടെ കുടുംബത്തോടു കൂടി പാതാളത്തിൽ വസിക്കുകയായിരുന്നു. ഭഗവാനെ പേടിച്ച് പുറത്തോട്ടൊന്നും വരാറില്ലായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സുമാലിയും എന്തൊരു വൃത്താന്തമുള്ളൂ ധരണിയിൽ, ബന്ധുക്കളാരാനുമുണ്ടോ നമുക്കെന്ന് അന്വേഷണം ചെയ്തറിയണമെന്നോർത്തു തന്നുടെ പുത്രിയാം കൈകസി തന്നോടും ഭൂമണ്ഡലം തന്നിലെങ്ങും നടന്നുടൻ ആമോദമാർന്നിരുന്നീടും ദശാന്തരേ. ഒരുപാട് നാളായി ഭൂമിയിൽ പോയിട്ട് അവിടെ എന്തൊക്കെയാണ് നമ്മുടെ കൂട്ടരാരേലും ബാക്കി അവിടെ കാണാൻ ഉണ്ടോ, അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി സുമാലി തൻ്റെ പുത്രിയായ കൈകസിയോടും കൂടി ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ സന്തോഷത്തോടു കൂടി അവര് ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് സിദ്ധദേവാപ്സരോരക ഗന്ധർവ കിന്നര പ്രസ്തുതനാകിയ വൈശ്രവണൻ തഥാ ലങ്കയിൽ നിന്നും പുറപ്പെട്ടു ഭൂഷണാലങ്കാരമോട് പിതാവിനെ വന്ദിപ്പാൻ.
പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം വൈശ്രവണൻ ലങ്കയിൽ അതിപ്രൗഢിയോടുകൂടി താമസിച്ചു വരികയായിരുന്നുവല്ലോ. സിദ്ധദേവാപ്സരോര ഉരക ഗന്ധർവ കിന്നര പ്രസ്തുതനാകിയ. സിദ്ധന്മാരായാലും ദേവന്മാരായാലും അപ്സര വൃന്ദങ്ങളായാലും ശരി, ഉരകന്മാരായാലും ഗന്ധർവന്മാരായാലും കിന്നരന്മാരായാലും എപ്പോഴും പുകഴ്ത്തുന്നത് വൈശ്രവണനെയാണ്. ഈ വൈശ്രവണൻ അത്രയ്ക്ക് തൻ്റെ സ്വഭാവം കൊണ്ടും പിന്നെ ധനവാനാണ്, ധനത്തിൻ്റെ അധീശനാണ്, വടക്കേ ദിക്ക് കാക്കുന്നവനാണ്. വളരെ പ്രൗഢിയോടുകൂടി ഇങ്ങനെ ലങ്കയിൽ താമസിച്ചു വരികയാണ്. അദ്ദേഹം തൻ്റെ പിതാവിനെ വന്ദിപ്പാനായിട്ട്, വിശ്രവസിനെ വന്ദിപ്പാനായിട്ട് പുഷ്പകമേറി വേഗേന പോകും നേരം അദ്ഭുതമാറു കണ്ടു സുമാലിയും. അങ്ങനെ ആ സർവാഭരണ വിഭൂഷിതനായ കുബേരൻ തൻ്റെ പുഷ്പക വിമാനത്തിൽ പിതാവിനെ വന്ദിപ്പാനായിട്ട് പോവുകയാണ്. ആ കാഴ്ച അദ്ഭുതത്തോടുകൂടി സുമാലി കണ്ടു. അതിനുശേഷം ചെന്നു നിജാലയെ വാഴും വിധൗമുദ ചൊന്നാൻ മകളോടു സാദരമന്നേരം. അവർ തിരിച്ച് പാതാളത്തിലേക്ക് പോയി. ഇപ്പോഴത്തെ വാസസ്ഥാനം അവിടെയാണല്ലോ. എന്നിട്ട് തൻ്റെ മകളോട്, കൈകസിയോട് ഇപ്രകാരം പറഞ്ഞു: എന്നുടെ പുത്രിയായോരു നിനക്കിന്ന് വന്നിതു യൗവനം, ബാല്യം കഴിഞ്ഞിതു നിന്നെ വിവാഹം കഴിപ്പാനുപായവും ഒന്നുമേ കണ്ടീല. ബന്ധുക്കളായവർ ആരും പരിഗ്രഹിച്ചിടുകയില്ലല്ലോ, വൈരിജനങ്ങളെ ശങ്കിപ്പതു മൂലം. മകളെ, നിനക്ക് വിവാഹപ്രായമായി, ബാല്യമൊക്കെ കഴിഞ്ഞു. നിന്നെ വിവാഹം കഴിപ്പിച്ചയക്കാനായിട്ട് ഒരു വരനെ കണ്ടെത്താനായില്ലല്ലോ. നമ്മുടെ ബന്ധുക്കൾ ആരും നമ്മളെ നിന്നെ പരിഗ്രഹിക്കില്ല. കാരണം ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഒളിച്ചോടി പാതാളത്തിലാണ്. ഭൂമിയിൽ ആരെങ്കിലും ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവർ നിന്നെ വരിക്കുകയുമില്ല. കല്യാണവും കഴിച്ചാത്മാനുരൂപനാം വല്ലഭൻ തന്നോട് കൂടെ സുഖിച്ചു നീ നിത്യം വസിക്കുന്നതാഹന്ത കാണാഞ്ഞു ചിത്തേ മുഴുത്തൊരു സന്താപമുണ്ടുമേ. എല്ലാ മാതാപിതാക്കൾക്കുമുള്ള ദുഃഖമാണിവിടെ പറയുന്നത്. പ്രായപൂർത്തിയായ തൻ്റെ മകളെ അനുയോജ്യനായ ഒരുവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുവാനായിട്ട് ഇങ്ങനെ തിരയുമ്പോൾ ഉണ്ടാവുന്ന ആ മാനസിക അവസ്ഥയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് സുമാലി. അങ്ങനെ നല്ല ഒരു അനുയോജ്യനായ വരനോടുകൂടി നിന്നെ കല്യാണം കഴിച്ചയക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. ആ ചിന്തയാണ് എന്നെ ഇപ്പം അലട്ടുന്നത്. ചിത്തേ മുഴുത്തൊരു സന്താപമുണ്ടുമേ. വലിയൊരു സങ്കടമാണ്, വലിയൊരു സന്താപമാണ് എന്നെ അലട്ടുന്നത്. കണ്ടീലയോ വൈശ്രവണൻ പിതാവിനെ കണ്ടു വന്ദിപ്പാൻ ഗമിക്കുന്ന താശു നീ. മകളെ, നീ കണ്ടില്ലായിരുന്നോ നമ്മൾ ഭൂമിയിൽ ചെന്നപ്പോൾ ആ വൈശ്രവണൻ പുഷ്പവിമാനത്തിൽ പോകുന്നത് പിതാവിനെ വന്ദിപ്പാനായിട്ട്? ഉത്സാഹമുണ്ടു നിനക്കെങ്കിൽ ഈ വണ്ണം തത്സമനായൊരു പുത്രനുണ്ടായി വരും. സുമാലി തൻ്റെ ആഗ്രഹം മകളോട് പറയുകയാണ്. നിനക്കഥവാ അങ്ങനെ ഒരു പുത്രനുണ്ടായി കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു പുത്രൻ ഉണ്ടായി വരും. എങ്ങനെ?
പൗലസ്ത്യനാകിയ വിശ്രവസം മുനിം കാലത്തു സേവിക്ക നീ ഇനി നന്ദനേ. അവൻ്റെ പിതാവ് ആരാണ്? വിശ്രവസ്സായ മുനിയാണ്. മഹത്തായ ഈ മഹർഷികളുണ്ടല്ലോ, മഹാത്മാക്കളായ ഈ മഹർഷികളുടെ മക്കളാരും മോശക്കാരാവില്ല. അതുകൊണ്ട് നീ ആ മുനിയെ പോയി സേവിക്കുക. ത്രൈലോക്യ സമ്മതനായൊരു നന്ദനൻ പൗലസ്ത്യപുത്രനായി വരും എന്നാൽ അങ്ങനെ സേവിക്കാമെങ്കിൽ, ആ വിശ്രവസിനെ സേവിക്കാമെങ്കിൽ നിനക്കും ഇതുപോലെ ത്രൈലോക്യ സമ്മതനായ 3 ലോകങ്ങളും മാനിക്കുന്ന ഒരു പുത്രനുണ്ടാകും. യുദ്ധം സുമാലി പറഞ്ഞോരനന്തരം ചിത്തമോദേന തപോവനം പ്രാപിച്ചാൾ. ഇങ്ങനെ തൻ്റെ പിതാവ് പറഞ്ഞപ്പോൾ മറ്റൊന്നും ചിന്തിച്ചില്ല. സന്തോഷത്തോടു കൂടി വിശ്രവസ് മഹർഷി തപസ് ചെയ്യുന്ന ആ മേരുപർവ്വതത്തിൻ്റെ താഴ്വരയിലേക്ക് കൈകസി പോയി. പാതാളത്തിൽ നിന്നും ആ മേരുപർവ്വത സാനുപ്രദേശത്തേക്ക് എത്താൻ കൈകസിക്ക് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ പഠനവും ഇവിടെ സമ്പൂർണ്ണമാക്കാം. എല്ലാ സജ്ജനങ്ങളെയും ഒരിക്കൽ കൂടി പ്രണമിച്ചുകൊള്ളുന്നു. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.